ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസമായി. ആക്ച്വലി എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമായി. പക്ഷേ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് തുടങ്ങുന്ന ദിവസം. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റു. ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ ഒരു പറാത്തയും ബട്ടർ മസാല കഴിച്ചത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് എൻ്റെ കൂടെ വന്നവർക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ രാവിലെ അതിന് പോകണം. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. മെട്രോ ആയിരിക്കും പോകുന്നത്. മെട്രോ കാർഡ് എടുക്കണം. അങ്ങനൊരു പരിപാടിയുണ്ട്. പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ ശരിക്കുമുള്ള യാത്രകൾ തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് ബുർജ് ഖലീഫയാണ് ആദ്യം തുടങ്ങുന്നത്. ബുർജ് ഖലീഫ നമ്മൾ 2:30ക്കാണ് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ചെല്ലണം. അതിന് മുന്നേ ഈ പറഞ്ഞ എൻ്റെ കൂടെ വന്നവരുടെ അപ്പോയിൻമെൻ്റ് ആയിട്ട് തീർക്കാനുണ്ട്. ഞാൻ അവരോട് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഓരോരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് പോകാം. ഇപ്പോൾ ഈ മെട്രോയിൽ പോകണം. മെട്രോയിൽ ഇപ്പോൾ ഈ രാവിലെ ഏത് കാരണം തിരക്കായിരിക്കും, എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അവിടെ ചെന്നിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ ദുബായ് മോളിലെത്തി. ദുബായ് മോളിൽ എനിക്ക് 2:30ക്കാണ് ബുർജ് ഖലീഫ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കണത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ദുബായ് മോള്. അപ്പോൾ ഞാൻ ദുബായ് മോളിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ ഫുഡ് കഴിക്കണം. ഫുഡ് കോർട്ടിൻ്റെ അവിടെ തന്നെയാണ് ടിക്കറ്റ് കാണിക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. പിങ്ക് കളറിലുള്ള അവിടെയാണ് നമ്മൾ പോയി ടിക്കറ്റ് കാണിച്ച് അകത്തോട്ട് കയറേണ്ടത്. ആക്ച്വലി 2:30ക്കാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 2:30 എന്ന് പറയുമ്പോൾ 20 മിനിറ്റ് മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വലിയ കുഴപ്പമില്ല, വലിയ തിരക്കില്ല. ഇതിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം. പുള്ളി എന്തോ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്ലാസ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞ് നമ്മളകത്തോട്ട് കയറി. നമുക്കിവിടെ കോസ്റ്റ് അയക്കണത് ഒരാൾക്ക് നമ്മുടെ ഇന്ത്യൻ മണി 5000 രൂപയാണ്. അത് 2 ലെവൽ കയറാനുള്ളതാണ്. 124 125 ഫ്ലോറും. അപ്പോൾ അത് രണ്ടും മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു ഫ്ലോർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, 140 സംതിങ്. അത് എടുക്കണമെങ്കിൽ വീണ്ടും എന്തോ എക്സ്ട്രാ ചാർജാണ്. ഇവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ എലവേറ്റർ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. 124 0 to 124 ഫ്ലോർ വരെ എത്താൻ 60 സെക്കൻഡ്സ് എടുക്കുന്ന ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള എലവേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ബുർജ് ഖലീഫ. അതിലോട്ടാണ് നമ്മൾ ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രം വിഷൻ ടു റിയാലിറ്റി. ഗൈഡ് എന്തൊക്കെയോ പറയുന്നുണ്ട്. 2004 തുടങ്ങിയത്. They put the piles deep in the ground. 130 piles they put the deep in the ground. You can see the pile over here, and then they start adding the base. ഞാൻ തിരക്കില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര നീളത്തിലുള്ള ക്യൂ ആണ്. കണ്ടോ, ഭയങ്കര ക്യൂ ആണ്. നമ്മൾ നടന്ന് ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. हम तो 1000 साल पीछे हैं। है ना दुबई? तुम कह रहे थे कुछ भी ना है। तुम कहते कुछ भी ना है दुबई में। केवल बिल्डिंग। ओह 60 सेकंड्स में पहुंच गए। Hello, welcome to level 1 to 4. Start from the balcony, please. Start from the balcony, thank you. നമ്മളങ്ങനെ 124ാമത്തെ നിലയിലെത്തി. ആ ലിഫ്റ്റിൻ്റെ അകത്തുള്ള ലൈറ്റിങ് കാര്യങ്ങളും കൊള്ളായിരുന്നു. ഇതാണ് 124 CU.
നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇനിയും അത്ര ഉണ്ട് കയറാനായിട്ട്. നമ്മളാ പുറത്തെ വ്യൂസ് കഴിയുമ്പോൾ അകത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കഫറ്റീരിയ ഉണ്ട്. ഇവിടെ ഒരു ബൈനോക്കുലറുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. ഇവിടെ നിർത്തി നമ്മൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് എല്ലാം എടുക്കും. ഇവിടെ ഒരു കാർഡ് തരും. അത് നമുക്ക് ഓൺലൈനിൽ കയറി നമുക്ക് വേണ്ട ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് പേ ചെയ്യേണ്ടി വരും. എല്ലായിടത്തും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവരുടെ സൈറ്റിൽ കയറി നമുക്ക് വേണ്ട രീതിയിൽ ഡൗൺലോഡ് ചെയ്യാം. അതാണ് കാര്യം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്. ദുബായിയുടെയും ടീഷർട്ടും അറ്റ് ദ ടോപ്പിൻ്റെ മാഗ്നറ്റും കാര്യങ്ങളും, കീ ചെയിന്, പിന്നെ ബുർജ് ഖലീഫയുടെ മിനിയേച്ചർ ഒക്കെ. പക്ഷേ എല്ലാത്തിനും വിലയാണ്. ഇതിനൊക്കെ 109 AED ഇട്ടേക്കണത്. പിന്നെ ഇവിടെ നമുക്ക് ഗോൾഡ് മേടിക്കാനുണ്ടോ? ഗോൾഡ് അതിൽ ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, സോപ്പാണ്. ക്യാമൽ മിൽക്ക് സോപ്പ്. പിന്നെ ബാഗ്സ്. കൂടുതൽ സൊവനീർ ഷോപ്പാണിത്. അടുത്തത് നമ്മൾ 125ാമത്തെ നിലയിലോട്ട് പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നല്ല വ്യൂസാണ്. ഇനി നമ്മൾ 125ാമത്തെ നിലയിലോട്ട് പോകാൻ പോവാണ്. അത് നമ്മൾ ഈ സ്റ്റെയർ വഴിയാണ് കയറി പോകണം. സ്റ്റെയർ വഴി കയറി പോവുക. ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. എല്ലായിടത്തും ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരാൾക്ക് ഞാൻ എടുത്തപ്പോൾ 5000 രൂപയോളമാണ് വന്നത്. പക്ഷേ അതിലും കൂടിയ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യൂ എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും. എല്ലായിടത്തും നമ്മളിത് ഇങ്ങനത്തെ ഒരു മെഷീനായി വെച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ 10 ദിർഹം പേ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണുന്ന കോയിൻസിൽ ഇതുപോലത്തെ ഡിസൈൻ അവർ പ്രിൻറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ പേ ചെയ്യുക, നമ്മൾ ഇത് ഡിസൈൻ സെലക്ട് ചെയ്യുക, നമ്മളിത് മാനുവലി കറക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പ്രിൻറ്റ് ചെയ്ത് കോയിൻ താഴെ വരുമെന്നാണ് ഇത് കാണിച്ചേക്കുന്നത്. പിന്നെയും നമ്മളുള്ളത് 125ാമത്തെ നിലയിലാണ്. ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് വെച്ചിട്ടുണ്ട്, ലെറ്റർ ബോക്സ്. അതിലാണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇവിടെയും സുവനീർ ഷോപ്പുകളാണ് ഇരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇത് അടിയിൽ അവർ ഇത് ചെയ്തേക്കുക, ആനിമേഷൻ ചെയ്തേക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളിത് പൊട്ടണ പോലെ ഫീൽ ചെയ്യും, ഒച്ചയൊക്കെ ഉണ്ടാക്കി. നമ്മളങ്ങനെ 125 കണ്ട് ഇറങ്ങി. ഇതൊക്കെയാണ് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെന്നാണ് എഴുതിയിരിക്കുന്നത്. പീപ്പിൾ ബിഹൈൻഡ് ബുർജ് ഖലീഫ. ഓക്കെ, അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയുടെ ടോപ്പിൽ കയറി ഇറങ്ങിയേക്കുകയാണ്. അങ്ങനെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ദുബായ് കാഴ്ചകൾ കഴിയുന്നില്ല. നമ്മൾ ജസ്റ്റ് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്ലേസ് നമ്മൾ വിസിറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി ഒത്തിരി പ്ലേസുകൾ നമ്മൾ പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ അത് വരും വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, കണ്ടിന്യൂ.